അടുത്ത ഒരു ക്വസ്റ്റ്യന് prove that the radius of curvature at any point of the asteroid x raised to 2 by 3 plus y raised to 2 by 3 equal to a raised to 2 by 3 is 3 times the length of perpendicular from the origin to the tangent at that point. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്കൊരു ഗിവൺ കർവ് ഉണ്ട്. ഏതാ ഗിവൺ കർവ്? ആസ്ട്രോയിഡ് ആണ്. എന്താണ് അതിന്റെ ഇക്വേഷൻ? എക്സ് റേസ് ടു 2 by 3 പ്ലസ് y raised to 2 by 3 equal to a raised to 2 by 3 എന്നാണ്. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് എനി പോയിന്റ്, അതായത് എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്? റോ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് എനി പോയിന്റ് xy, at any point xy of this curve എന്താണെന്നാ പറയേണ്ടത്? ഈക്വൽ ടു 3 ടൈംസ് എന്തിന്റെ 3 ടൈംസ്? 3 ടൈംസ് ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ, അതായത് ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കുക. എവിടുക്കാ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്? ആ ഒരു കർവിലെ ഒരു ആർബിട്രറി പോയിന്റ് പി കൺസിഡർ ചെയ്യുക. അതിലുള്ള ഒരു ടാൻജന്റ്, ആ ടാൻജന്റിൽ നിന്നിലേക്ക് ഒറിജിനിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ ഡിസ്റ്റൻസിന്റെ 3 ടൈംസ് ആണ് എന്ത്? അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? റേഡിയസ് ഓഫ് കർവേച്ചർ കാണണമെങ്കിൽ നമുക്കിത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ സെമസ്റ്ററിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ആസ്ട്രോയിഡിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ, എങ്ങനെയാണ് ഒരു ആസ്ട്രോയിഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ആസ്ട്രോയിഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അറ്റ് ദ പോയിന്റ് എക്സ്വൈനെ. എക്സിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ കോസ് ക്യൂബ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ വൈനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ സൈൻ ക്യൂബ് ടി എന്നും റെപ്രസെന്റ് ചെയ്യും. ഇതാണ് എന്ത്? എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ആസ്ട്രോയിഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് റേസ് ടു 2 by 3 പ്ലസ് വൈ റേസ് ടു 2 by 3 ഈക്വൽ ടു എ റേസ് ടു 2 by 3 എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന്റെ പാരാമെട്രിക് ഫോം, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് ടി ആൻഡ് വൈ ഈക്വൽ ടു എ സൈൻ ക്യൂബ് ടി. ഇതാണ് ആസ്ട്രോയിഡിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ. ഇതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ നമുക്കറിയാം. എങ്ങനെയാ കാണാം? എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഹോൾ റേസ് ടു 3 by 2 ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് എക്സ് ഡബിൾ ഡാഷ്. വേറെ എക്സ് ഡാഷ് എന്താണ്? ഡി എക്സ് ബൈ ഡി ടി. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി വൈ ബൈ ഡി ടി. എക്സ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. ഇത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. കഴിഞ്ഞ തിയററ്റിക്കൽ സെഷനിൽ ഇതിന്റെ പ്രൂഫ് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അപ്പൊ റോ ഈക്വൽ ടു ഇതാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതെന്താണ് എന്നുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ ഈ ഒരു ഗിവൺ കർവിന് വിത്ത് എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂബ് ടി, വൈ ഈക്വൽ ടു എ സൈൻസ് ക്യൂബ് ടി എന്ന് പറയുന്ന ഒരു ജനറൽ പോയിന്റിൽ അറ്റ് ദ പോയിന്റ് എക്സ് വൈ, ജനറൽ ആയിട്ടുള്ള ഏതൊരു പോയിന്റിലും ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കണ്ടുപിടിച്ച സാധനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ആ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ പോയിന്റിന്റെ ടാൻജന്റ്, ആ ടാൻജന്റിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഒരു പെർപെൻഡിക്കുലർ, അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഗിവൺ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ 3 മടങ്ങാണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഈ ആസ്ട്രോയിഡ് എന്ന് പറയുന്ന സാധനം? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫിഗറിൽ കാണുന്ന ആസ്ട്രോയിഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് റേസ് ടു 2 by 3 പ്ലസ് വൈ റേസ് ടു 2 by 3 ഈക്വൽ ടു എ റേസ് ടു 2 by 3. ആ എക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഫിഗർ ആണ് നിങ്ങൾ കാണുന്നത്. അതെന്താണ്? ഈ പോയിന്റ് 1 ആണ്, ഈ ഒരു പോയിന്റ് 1 ആണ്, ഈ പോയിന്റ് 1 ആണ്, ഇതും 1 ആണ്, 1 ആണ്. അപ്പൊ 1 1 -1 എന്ന് പറയും. ഈ പോയിന്റുകൾ ഉണ്ടല്ലോ 1 ആവുന്ന കേസിൽ എക്സ് ആക്സിലെ 1-ലും -1-ലും വൈ ആക്സിലെ 1-ലും -1-ലും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഈ കർവിനെയാണ് നമ്മൾ ആസ്ട്രോയിഡ് എന്ന് പറയാം. ഇനി എ ഈക്വൽ ടു 2 ആകുമ്പോൾ ഇതിന്റെ കർവ് എങ്ങനെയാ വരിക? എ ഈക്വൽ ടു 2 ആകുമ്പോൾ a equal to 2, അത് എന്താവും? 2-ലാവും ടച്ച്,
ഇതിന്റെ എൻഡ് വരുന്നത് 4 എൻഡും 2 വരുന്ന രീതിയിൽ. a ഈക്വൽ ടു 3 ആണെങ്കിൽ എങ്ങനെ വരും? 3 ഇതിന്റെ 4 എൻഡും വരുന്ന രീതിയിൽ വരും. ഇനി a ഈക്വൽ ടു 4 ആവുമ്പോഴോ? a ഈക്വൽ ടു 4 ആവുന്ന കേസ് a ഈക്വൽ ടു 4 4ലാണ് ഇത് 4 എൻഡും ടച്ച്. ഇതിനെയാണ് എന്ത് നമ്മൾ ഇതിന്റെ ഒരു ആസ്ട്രോയിഡിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആസ്ട്രോയിഡ് അതെന്താണ്? അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. അതിന്റെ ഏതെങ്കിലും, സപ്പോസ് ദിസ് ഈസ് ദ പോയിന്റ് ക്യാപിറ്റൽ P ഓഫ് XY. സപ്പോസ് ദിസ് ഈസ് ക്യാപിറ്റൽ P ഓഫ് XY. ഈ ഒരു പോയിന്റ് ആണ് നമ്മളുടെ ക്യാപിറ്റൽ P ഓഫ് X, Y. ഇവിടെ X എന്താണ്? നമ്മൾ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് എക്സിന് പകരം എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വേർ X is equal to A cos cube T and Y equal to A sin cube T ആണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ ക്യാപിറ്റൽ P ഓഫ് XY ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടാൻജന്റ് വരയ്ക്കുക. ഒരു ടാൻജന്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ടാൻജന്റിലേക്ക് ഒറിജിനിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ ഇവിടെ ഈ ഒരു ബ്ലൂ ലൈൻ കൊണ്ട് വരച്ചേക്കുന്നത്. ആ പെർപെൻഡിക്കുലറിന്റെ ഡിസ്റ്റൻസ്, അതായത് അതിനെ നമ്മളൊരു സ്മോൾ p കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ആ p എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? റോ ഈക്വൽ ടു 3 ടൈംസ് p ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക? ആദ്യം നമുക്ക് റോ കണ്ടുപിടിക്കണം. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റോ കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റോ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ റോ എന്താണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? 3p ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. p എന്താണ്? ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഇതിന്റെ പാരാമെട്രിക് ഫോം ആണ്. എന്താണ് ഇതിന്റെ പാരാമെട്രിക് ഫോം? x ഈക്വൽ ടു a cos cube t ആൻഡ് y ഈക്വൽ ടു a sin cube t എന്നുള്ളത് കൺസിഡർ ചെയ്യാം. x ഈക്വൽ ടു a cos cube t ആണെങ്കിൽ x ഡാഷ് എന്താണ് വരിക? x ഡാഷ് ഈക്വൽ ടു എന്ത് വരും? dx by dt ആണ് വരിക. അതിന്റെ വാല്യൂ എന്താ വരിക? a cos cube t ന്റെ ഡെറിവേറ്റീവ്, അതായത് a cos cube t യുടെ ഡെറിവേറ്റീവ് എന്താണ് വരിക? a cos cube t യുടെ ഡെറിവേറ്റീവ് dx by dt ഈക്വൽ ടു എന്ത് വരും? dx by dt ഈക്വൽ ടു a കോൺസ്റ്റന്റ് ആണ്. cos cube t യുടെ ഡെറിവേറ്റീവ് 3 cos square t into cos t യുടെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ് മൈനസ് സൈൻ ടി എന്ന് വരും. സോ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? മൈനസ് 3a cos square t into sin t എന്നാണ് വരിക. അതുപോലെ y ഈക്വൽ ടു എന്താണ്? a sin cube t ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് y ഡാഷ്, ദാറ്റ് ഈസ് dy by dt എന്താണ് വരിക? a into sin cube t യുടെ ഡെറിവേറ്റീവ് എന്താ? 3 sin square t into cos t, അതായത് sin t യുടെ ഡെറിവേറ്റീവ്. അപ്പൊ y ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടും? 3a sin square t into cos t എന്ന് കിട്ടും. അപ്പൊ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. x ഡബിൾ ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ജസ്റ്റ് ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ x ഡബിൾ ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് കാണണം? അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? x ഡാഷ് സ്ക്വയർ പ്ലസ് y ഡാഷ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അപ്പൊ ഈ ഒരു ടേം വരുന്നുണ്ട്. സോ നമുക്ക് x ഡാഷ് എന്താണെന്ന് ഓൾറെഡി അറിയാം, y ഡാഷ് എന്താണെന്ന് അറിയാം. സോ x ഡാഷ് സ്ക്വയർ പ്ലസ് y ഡാഷ് സ്ക്വയർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജസ്റ്റ് x ഡാഷ് എന്താണെന്ന് അറിയാം, y ഡാഷ് എന്താണെന്ന് അറിയാം. സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. എന്ത് കിട്ടും? 9a സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി എന്ന് കിട്ടും. 9a സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി. അത് കഴിഞ്ഞാൽ ഇനി എന്താ കിട്ടേണ്ടത്? എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഡാഷ് ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ്. അപ്പൊ അതിലെന്താണ്? എക്സ് ഡാഷ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, വൈ ഡാഷ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, എക്സ് ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്, വൈ ഡബിൾ ഡാഷും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജസ്റ്റ് നോർമൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് റീഅറേഞ്ച്മെന്റ് ആണ്. -9a സ്ക്വയർ സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി എന്ന് കിട്ടും. എന്താണ് കിട്ടുക? -9a സ്ക്വയർ സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി എന്ന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? റോ കാണാം, റേഡിയസ് ഓഫ് കർവേച്ചർ കാണാം അറ്റ് ദ പോയിന്റ് എക്സ് വൈ ഓർ അറ്റ് ദ പോയിന്റ് എ കോസ് ക്യൂബ് ടി എ സൈൻ ക്യൂബ് ടി എന്ന് പറയുന്ന പോയിന്റിൽ ഈ വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 27a ക്യൂബ് സൈൻ ക്യൂബ് ടി കോസ് ക്യൂബ് ടി ഡിവൈഡഡ് ബൈ
-9a square sin square t cos square t എന്ന് കിട്ടും. ദാറ്റ് ഈസ് -3a sin t cos t എന്ന് കിട്ടും. അപ്പോൾ റോ ആയതുകൊണ്ട് എന്താ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, 3a sin t cos t എടുത്താൽ മതി. അപ്പൊ അത് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി ഇതിലെ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെ, ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് ഈ ഒരു ടാൻജന്റ് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കാണണം? ഈ ടാൻജന്റ് ലൈൻ കാണണം. അപ്പൊ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഒറിജിനിൽ നിന്ന് ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് പി കിട്ടും. അതെങ്ങനെയാ കിട്ടുക? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ ടാൻജന്റിന്റെ ഇക്വേഷൻ കാണണം. എങ്ങനെയാ ടാൻജന്റിന്റെ ഇക്വേഷൻ കാണുക? ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു ഗിവൺ കർവ്, അതിന്റെ സ്ലോപ്പ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടാൻജന്റ് അറ്റ് എക്സ് വൈ, എങ്ങനെയാണ് അതിന്റെ ഫോർം? ടാൻജന്റ് അറ്റ് ദ പോയിന്റ് എക്സ് വൈ, എങ്ങനെയാണ് അതിന്റെ ഫോർമുല ഉള്ളത്? ക്യാപിറ്റൽ വൈ മൈനസ് സ്മോൾ വൈ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ്, വേർ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി കർവ്. സ്മോൾ എക്സും സ്മോൾ വൈ എന്താണ്? ഗിവൺ പോയിന്റ്സ് ആണ്. ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ എന്താണ്? ആർബിട്രറി പോയിന്റ്സ് ആണ്. അപ്പൊ ഇതിൽ എന്ത് കണ്ടുപിടിക്കണം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഏതൊരു പോയിന്റും എക്സ് വൈന്റെയും ഒരു പോയിന്റിലെ ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് ഡി വൈ ബൈ ഡി എക്സ് വരിക? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, അതെന്താണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇവിടെ കിട്ടിയത്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ ടി എന്ന് കിട്ടി. ഇതെങ്ങനെയാ കിട്ടുക? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, എന്താണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇവിടെ ഡി വൈ ബൈ ഡി ടി, കാരണം വൈയും എക്സും ഒക്കെ എന്താണ്? ടിയിലെ ഫംഗ്ഷൻ ആണ്, ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടും. ഡി വൈ ബൈ ഡി ടി എന്താണ്? അതായത് വൈ ഡാഷ് എന്താണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചാണ്. എന്താണ്? 3a സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ആണെന്ത്? ഡി വൈ ബൈ ഡി ടി, അതായത് വൈ ഡാഷ് ഡിവൈഡഡ് ബൈ എക്സ് ഡാഷ് എന്താണ്? -3a കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി ആണ്. എന്ത് കിട്ടും? 3aയും 3aയും പോവും, ഒരു സൈനും പോവും, കോസും ഒരു കോസും പോവും. ബാക്കി എന്താ ഉണ്ടാവുക? സൈൻ ടി മൈനസ് സൈൻ ടി ഡിവൈഡ് ബൈ മൈനസ് കോസ് ടി എന്ന് വരും. ഇതെന്താണ്? മൈനസ് ടാൻ ടി ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താണ് വരിക? സോ ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ ടി എന്ന് കിട്ടും. മൈനസ് ടാൻ ടി, ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ടാൻ ടി എന്നാണ് കിട്ടി. അപ്പൊ ഇനി ഇക്വേഷൻ എങ്ങനെയാ കാണുക? ആ ഒരു ഗിവൺ കർവിലേക്കുള്ള ഇക്വേഷൻ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് എന്താണ് ഇക്വേഷൻ? ഈ ഒരു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ വൈ മൈനസ് അറ്റ് എനി പോയിന്റ് സ്മോൾ വൈ, വൈ കോർഡിനേറ്റ് ഈക്വൽ ടു മൈനസ് ടാൻ ടി ഇൻറ്റു ക്യാപിറ്റൽ എക്സ് മൈനസ് സ്മോൾ എക്സ്. ഇവിടെ എന്താണ്? സ്മോൾ എക്സും സ്മോൾ വൈ എന്താണ്? അറ്റ് എനി ഗിവൺ പോയിന്റ് ആണ്. നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്, സോറി പാരാമെട്രിക് കോർഡിനേറ്റ്സിലാണ്. നമ്മളുടെ എക്സ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് ടി ആണ്. നമ്മളുടെ വൈ എന്താണ്? വൈ ഈക്വൽ ടു എ സൈൻ ക്യൂബ് ടി ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അറ്റ് ദ പോയിന്റ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യാപിറ്റൽ മൈനസ് വൈ മൈനസ് വൈ, വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സൈൻ ക്യൂബ് ടി ആണ്. ദാറ്റ് ഈസ് y മൈനസ് എ സൈൻ ക്യൂബ് ടി ഈക്വൽ ടു മൈനസ് ടാൻ ടി ഇൻറ്റു ക്യാപിറ്റൽ എക്സ് മൈനസ് സ്മോൾ എക്സ് എന്താണ്? എ കോസ് ക്യൂബ് ടി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈ എന്താണ്? അത് നമ്മൾ നോർമൽ ആയിട്ടുള്ള എക്സ് വൈ എന്നുള്ള മീനിങ് ആണ്. ഇവിടെ സ്മോൾ എക്സും സ്മോൾ വൈയും പെർട്ടിക്കുലർ പോയിന്റ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ പോയിന്റ് നമ്മൾ ചെയ്തു. അപ്പൊ ഇനി നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ ഈ ക്യാപിറ്റൽ എക്സ് വൈനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്മോൾ എക്സും സ്മോൾ വൈ കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നം വരില്ല. അപ്പൊ ഈ ഒരു സെയിം ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം? വൈ മൈനസ് എ സൈൻ ക്യൂബ് ടി ഈക്വൽ ടു മൈനസ് ടാൻ ടി ഇൻറ്റു എക്സ് മൈനസ് എ കോസ് ക്യൂബ് ടി എന്ന് എഴുതാം. എക്സ് മൈനസ് എ കോസ് ക്യൂബ് ടി ആണ്. ജസ്റ്റ് ക്യാപിറ്റൽ വൈനെ സ്മോൾ വൈ കൊണ്ടും ക്യാപിറ്റൽ എക്സിനെ സ്മോൾ എക്സ് കൊണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളൂ. ഇക്വേഷന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇനി ഇതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. എങ്ങനെയാ റീഅറേഞ്ച് ചെയ്യാം? എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒറിജിനൽ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എന്താ ഉള്ളത്? ഇത് എന്തിലേക്ക് റെഡ്യൂസ് ചെയ്യണം? വൈ മൈനസ് എ സൈൻ ക്യൂബ് ടി ഈക്വൽ ടു മൈനസ് ടാൻ ടി ഇൻറ്റു എക്സ് മൈനസ് എ കോസ് ക്യൂബ് ടി. അത് ഇത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദിസ് ഇംപ്ലൈസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു ടാൻ ടി പ്ലസ് വൈ മൈനസ്
എ സൈൻ ടി ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ കോൺസ്റ്റൻസ് എന്താണ്? ഇതിന് നമുക്കൊരു ജനറൽ ലൈനിന്റെ ഇക്വേഷൻ, ജനറൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ എന്താ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എ എന്താണ്? ടാൻ ടി ആണ്. സോ ടാൻ ടി ഇൻറ്റു എക്സ് പ്ലസ് ബി എന്താണ്? 1 ആണ്, 1y പ്ലസ് സി എന്താണ്? മൈനസ് എ സൈൻ ടി ഈക്വൽ ടു 0 ആണ്. ഇതെന്താണ്? നമ്മുടെ ഗിവൺ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട കർവിലെ ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് അറ്റ് പോയിന്റ് പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന്റെ കർവിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതെന്താണെന്ന് കിട്ടി? ടാൻ ടി ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് മൈനസ് എ സൈൻ ടി ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ പണി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി എന്താ ശരിക്കും കാണേണ്ടത്? 0യിൽ നിന്ന്, ഒറിജിനിൽ നിന്ന് ഈ ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലറിന്റെ ഇക്വേഷൻ കാണണം. അതെങ്ങനെയാ കാണുക? ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കുക, x1 y1. x1 y1ൽ നിന്ന്, x1 y1 എന്താണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ്. ഒരു ലൈനിലേക്ക്, അതായത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്നതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ആ ഒരു ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ആ ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഡി ഈക്വൽ ടു മോഡ് എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൺ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ്. ഇതാണ് ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ, അതായത് ഒരു ഒറിജിനിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ള ഏതെങ്കിലും ഒരു ലൈൻ, ഇങ്ങനെ തന്നെ ലൈൻ ആവണമെന്നില്ല, വട്ടെവർ, ഇങ്ങനെയാണെങ്കിലും ഈ ഒരു ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിന്റെ ഫോർമുല ഡി ഈക്വൽ ടു, നമ്മൾ ഇവിടുത്തെ കേസിൽ എന്താണ്? നമ്മൾ ആ ഡിസ്റ്റൻസിനെ നൊട്ടേറ്റ് ചെയ്തത് എങ്ങനെയാണ്? പി എന്നാണ്. പി ഈക്വൽ ടു സ്മോൾ പി ഈക്വൽ ടു എന്നാണ് ഡിനോട്ട് ചെയ്തത്. നമുക്ക് എക്ക് പകരം എന്താണ് ഉണ്ടായിരുന്നത്? ടാൻ ടി ആണ്. എക്ക് പകരം നമുക്ക് ഉണ്ടായിരുന്നത് ടാൻ ടി. സോ ടാൻ ടി ഇൻറ്റു പോയിന്റ് x1 ഏതാ നമ്മുടെ പോയിന്റ്? ഒറിജിൻ ആണ് അല്ലെ? നമുക്ക് എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആ കണ്ടത്? ഒറിജിൻ ആയ 0യിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആ കണ്ടത്. സോ നമ്മുടെ x1 എന്താണ്? 0 ആണ്. പ്ലസ് ബി ഇൻറ്റു എന്തായിരുന്നു നമ്മളുടെ ബി ഉണ്ടായിരുന്നത്? 1 ആയിരുന്നു. ഇൻറ്റു y1 എന്താണ് ഇവിടെ? 0 ആണ്, ഒറിജിനിൽ നിന്നുള്ളതാണ്. പ്ലസ് എന്തായിരുന്നു നമ്മുടെ സി? മൈനസ് എ സൈൻ ടി എന്നുള്ളതായിരുന്നു നമ്മുടെ സി വന്നിട്ടുണ്ടായിരുന്നു, മോഡുലസ്. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും? എ സ്ക്വയർ. എന്താണ് എ സ്ക്വയർ വരിക? ടാൻ സ്ക്വയർ ടി പ്ലസ് ബി സ്ക്വയർ, അതായത് 1. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് വരിക. എന്താണ് ഈ ഡിസ്റ്റൻസ് വരിക? ദാറ്റ്സ് ഈക്വൽ ടു, ഇത് ഫസ്റ്റ് ഇത് രണ്ട് ടേമും 0 ആയിപ്പോയി, മോഡ് മൈനസ് എ സൈൻ ടി ഡിവൈഡഡ് ബൈ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ ടി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് സീക് സ്ക്വയർ ടി എന്ന് വരും, അതായത് കോസ് ടി എന്ന് വരും. സോറി, കോസ് ടി അല്ല, സീക് ടി. സ്ക്വയർ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ ടി പ്ലസ് 1 എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് സീക് സ്ക്വയർ ടി എന്ന് വരും. ഈ ഒരു ടേം എന്താ വരിക? ദിസ് ടേം എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് സീക് സ്ക്വയർ ടി എന്നാണ് വരിക. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് സീക് സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ സീക് ടി എന്നാണ്, സീക് ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? മോഡുലസ് ആയതുകൊണ്ട് സൈൻ ഒഴിവാക്കാം. എ സൈൻ ടി ഇൻറ്റു 1 ബൈ സീക് ടി, അതിനെ നമുക്ക് എന്ത് എഴുതാം? കോസ് ടി എന്ന് എഴുതാം. എ സൈൻ ടി ഇൻറ്റു കോസ് ടി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താ കിട്ടിയത്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് കിട്ടിയത്. നമുക്കും അത് തന്നെയായിരുന്നു കിട്ടിയത്. ഈ ഒരു ഇക്വേഷൻ കിട്ടി, എക്സ് ടാൻ ടി പ്ലസ് വൈ മൈനസ് എ സൈൻ ടി. എന്നിട്ട് അത് ആ ഡിസ്റ്റൻസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് എ. ഇതിൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എന്ത് കൺസിഡർ ചെയ്യണ്ട? മൈനസ് കൺസിഡർ ചെയ്യണമെന്നില്ല. കാരണം എന്താ? റോയിൽക്കും നമ്മൾ മൈനസ് കൺസിഡർ ചെയ്തിട്ടില്ല. ഇനി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? രണ്ട് സ്ഥലത്തും നമുക്ക് മൈനസ് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് കിട്ടി? റോ ഈക്വൽ ടു 3 ടൈംസ് പി എന്ന് നമുക്ക് കിട്ടും. അതാണ് നമ്മളോട് എന്ത് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്.